ആലോചിച്ച് നോക്കുക നമ്മളെ പാരൻസിന് അവര് നമ്മളെ എന്ത് ചെയ്യാണ് ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കുകയാണ് അല്ലേ. അപ്പൊ അവർക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരം അതെങ്ങനെയാ നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കി അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അവർ അതിന്റെ ആവശ്യം തൽക്കാലം ഇല്ല അല്ലെ. ഇപ്പം നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ പഠിച്ച് നേടുക അല്ലെ. ഇത് NSMസിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ബാക്കി എല്ലാ സ്കോളർഷിപ്പ് എക്സാംസും പരമാവധി അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ നേടുക. നമ്മൾ പഠിച്ചുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെ. അവർക്ക് ചിലപ്പം പിന്നെ പൈസയുടെ ഭയങ്കര ആവശ്യം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മളായിട്ട് സ്വയം പഠിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജി ആയിരിക്കും അത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് എക്സാംസ്, NSMസിന്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, പിന്നെ ബാക്കിയുള്ള സ്കോളർഷിപ്പ് എക്സാംസ് ആണെങ്കിലും ഒളിമ്പ്യാഡ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ പ്രിപ്പയർ ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക. വർക്ക് ബുക്ക് അല്ലെ, നിങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വർക്ക് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതിൽ മാക്സിമം ഒറ്റ ക്വസ്റ്റ്യൻ വിടാതെ അത് പരമാവധി ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് MCQs അവൈലബിൾ ആണ്, MCQ ബുക്സ് അവൈലബിൾ ആണ് അല്ലെ. അതൊക്കെ വെച്ചിട്ട് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതുപോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ. ആ രൂപത്തിൽ നന്നായി പ്രിപ്പയർ ചെയ്യുക.